എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ചേന്നമംഗലം സ്വദേശി വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുക. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ടോടെ 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊന്ന കേസിലെ പ്രതി റിതു ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ പേരിലായി തൃശൂരിലും എറണാകുളത്തും 3 കേസുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. പ്രതി ജോലി ചെയ്തിരുന്നത് ബംഗളൂരിലാണ്. നാട്ടിലെത്തിയിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പ്രതി 2 വട്ടം റിമാൻഡിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതി റിതു അയൽവാസികളുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്ന് പ്രദേശവാസികളും പറഞ്ഞു. ഇയാൾ കഞ്ചാവ് ഉപയോഗിക്കും, എന്നിട്ട് നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. പോലീസിൽ പരാതിപ്പെട്ടാൽ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് രക്ഷപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇവരെ കൂടാതെ 2 കുട്ടികളും ആക്രമണ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് പരിക്കില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു 4 പേരെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അതേസമയം ജിനുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചതെന്നും ഇതിനിടയിലേക്ക് കയറി വന്നതുകൊണ്ടാണ് വേണുവിനെയും ഭാര്യയും കൊലപ്പെടുത്തിയതെന്ന് ഋതു പോലീസിനോട് പറഞ്ഞു. വേണുവിന്റെ വീട്ടിലെ നായ ഋതുവിന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഋതു വേണുവിന്റെ വീട്ടിലേക്ക് പോയതും ബഹളം വെച്ചതും. പിന്നീട് അടിപിടിയായി. അങ്ങനെയാണ് 3 പേരെ കൊലപ്പെടുത്തിയത്.